ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം സപ്തമസ്കന്ധം ദ്വാദശോധ്യായഃ. 12-ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മചര്യ ആശ്രമം, വാനപ്രസ്ഥാശ്രമം ഇവയുടെയൊക്കെ ധർമ്മം പ്രത്യേകിച്ചും പിന്നെ 4 ആശ്രമങ്ങളുടെ പൊതുവിലും നിരൂപണം ചെയ്യുന്നു. നാരദ ഉവാച. 1-ാമത്തെ ശ്ലോകം. ബ്രഹ്മചാരി ഗുരുകുലേ വസൻ ദാന്തോ ഗുരോഹോ ഹിതം ആചരൻ ദാസവത് നീചഃ ഗുരൗ സുദൃഢ സൗഹൃദഃ. ഒരു ബ്രഹ്മചാരി ഗുരുകുലേ വസൻ, ഗുരുഗൃഹത്തിൽ വസിച്ചുകൊണ്ട്, ദാന്തഃ ജിതേന്ദ്രിയനായി, ദാസവത് ഗുരുവിൻ്റെ മുന്നിൽ ഒരു ഭൃത്യനെ പോലെ, നീചഃ താഴ്ന്നിരുന്ന്, ഗുരോഹോ ഹിതം ഗുരുവിൻ്റെ ഹിതകാര്യത്തെ ആചരൻ നിറവേറ്റിക്കൊണ്ട്, ഗുരൗ ഗുരുവിൽ, സുദൃഢ സൗഹൃദഃ അടിയുറച്ച സ്നേഹ ബഹുമാനാദികളോടുകൂടിയവനായി വർത്തിക്കണം. 2-ാമത്തെ ശ്ലോകം. സായം പ്രാതഃ ഉപാസേത ഗുരു അഗ്നി അർക്ക സുരോത്തമാൻ ഉഭേ സന്ധ്യേ ച യദവാക് ജപൻ ബ്രഹ്മസമാഹിതഃ. സായം പ്രാതഃ വൈകുന്നേരത്തും കാലത്തും, ഗുരു അഗ്നി അർക്ക സുരോത്തമാൻ ഗുരു, അഗ്നി, ആദിത്യൻ, ഇന്ദ്രാദി ദിക്പാലന്മാർ എന്നിവരെയും, സമാഹിതഃ ഏകാഗ്രചിത്തനായും, യദവാക് മൗനിയായും ഇരുന്ന്, ബ്രഹ്മ ഗായത്രി മന്ത്രത്തെ ജപിച്ചുകൊണ്ട്, ഉഭേ സന്ധ്യേച്ച ഇരു സന്ധ്യകളെയും, ഉപാസേത ഉപാസിക്കണം. 2 സന്ധ്യകളിലും, പ്രാതഃസന്ധ്യയിലും സായം സന്ധ്യയിലും കൂടാതെ മധ്യാഹ്നത്തിലും ഒരു സന്ധ്യയുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയത്തും ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് ഉപാസിക്കണം. 3-ാമത്തെ ശ്ലോകം. ഛന്ദാംസി അധീയേത ഗുരോഹോ ആഹൂതഃ ചേത് സുയന്ത്രിതഃ ഉപക്രമേ അവസാനേ ച ചരണൗ ശിരസാ നമേത്. ആഹൂതഃ ചേത് പഠിപ്പിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ അല്ലാത്ത സമയങ്ങളിലും ഗുരുവിനാൽ വിളിക്കപ്പെട്ടെന്നാൽ, സുയന്ത്രിതഃ നല്ല അച്ചടക്കത്തോടു കൂടിയവനായിട്ട്, ഗുരോഹോ ഗുരുവിൻ്റെ അടുക്കൽ നിന്ന്, ഛന്ദാംസി വേദങ്ങളെ, അധീയീത അധ്യയനം ചെയ്തു കൊള്ളുക, ഉപക്രമേ അവസാനേ ഒരു പഠനത്തിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും, ചരണൗ ഗുരുപാദയുഗ്മത്തെ ശിരസാ നമേത് ച ശിരസ്സിനാൽ പ്രണമിക്കുകയും ചെയ്യുക. 4-ാമത്തെ ശ്ലോകം. മേഖല അജിനവാസാംസി ജടാദണ്ഡ കമണ്ഡലൂൻ ബിഭ്രയാത് ഉപവീതം ച ദർഭപാണിഹി യഥാ ഉദിതം. മേഖല എന്നാൽ മഞ്ഞ പുൽച്ചരട്, വാസാംസി മാന്തോൽ, വസ്ത്രം എന്നിവയെയും, ജടാ ദണ്ഡ കമണ്ഡലൂൻ ജഡമുടി, ദണ്ഡ് ജലപാത്രം എന്നിവയെയും, ഉപവീതം യജ്ഞോപവീതത്തെയും, യഥോദിതം ശാസ്ത്രവിധിപ്രകാരം, വിഭ്രയാത് ധരിച്ചു കൊള്ളണം. ദർഭപാണിഹി ച ദർഭ കൊണ്ടുള്ള പവിത്രം കയ്യിൽ ധരിച്ചവനുമാകണം. 5-ാമത്തെ ശ്ലോകം. സായം പ്രാതഃ ചരേത് ഭൈക്ഷം ഗുരവേ തത് നിവേദയേത് ഭുഞ്ജീത യദി അനുജ്ഞാതോ നോ ചേത് ഉപവസേത് ക്വചിത്. സായം പ്രാതഃ രാവിലെയും വൈകുന്നേരവും, ഭൈക്ഷം ചരേത് ഭിക്ഷാടനത്തിലൂടെ ഭിക്ഷ സ്വീകരിക്കുക, എന്നിട്ട് തത് അത് ഗുരവേ നിവേദയേത്
ഗുരുവിന് കൊണ്ടുപോയി സമർപ്പിക്കുക. ഇനി ഗുരു അനുജ്ഞാതഃ യതി, അതിൽ നിന്ന് കുറച്ചെടുത്തുകൊള്ളൂ എന്ന് അനുവദിച്ചാൽ മാത്രം അതിൽ നിന്ന് ഭുഞ്ജീത, ഭക്ഷിക്കുക. ക്വചിത്, ചിലപ്പോഴെങ്കിലും, നോ ചേത്, ഗുരുവിന്റെ അനുവാദം ലഭിച്ചില്ലെങ്കിൽ ഉപവസേത്, ഉപവസിച്ചുകൊള്ളുക. അപ്പൊ ഇതൊക്കെ മനസ്സിന്റെ അടക്കം പഠിപ്പിക്കാൻ, ക്ഷമ പഠിപ്പിക്കാനുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ്. കാരണം ആഗ്രഹിക്കുന്നതൊക്കെ അപ്പോൾ കിട്ടണം, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് അരുത് എന്ന് പറഞ്ഞാൽ ഉടനെ ദേഷ്യപ്പെടാതിരിക്കണം, അത് ബഹുമാനത്തോടെ സ്വീകരിക്കാൻ പഠിക്കണം, തിദിക്ഷ പരിശീലിക്കണം. ഇതെല്ലാം ഈ ബ്രഹ്മചര്യ ആശ്രമത്തിൽ വെച്ച് തന്നെ ഓരോ കുട്ടിയും പഠിച്ചിരിക്കും. അങ്ങനെയുള്ള ഒരാളാണ് പിന്നീട് ഒരു ഗൃഹസ്ഥനായി മാറുന്നത്. ഇനി ഗുരുവിൽ നിന്ന് വിട്ട് ജീവിക്കുകയാണെങ്കിൽ അപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടെ ജീവിക്കണം. 6-ാമത്തെ ശ്ലോകം. സുശീലോ മിതഭുക് ദക്ഷഃ ശ്രദ്ധധാനോ ജിതേന്ദ്രിയഃ യാവദർത്ഥം വ്യവഹരേത് സ്ത്രീഷു സ്ത്രീ നിർജിതേഷു ച. സുശീലഃ, സത്സ്വഭാവിയും, മിതഭുക്, മിതമായി ഭക്ഷണം കഴിക്കുന്നവനും, ദക്ഷഃ, കർമ്മകുശലനും, ശ്രദ്ധധാനഃ, ശ്രദ്ധാലുവും, ജിതേന്ദ്രിയഃ, ഇന്ദ്രിയജയം സാധിച്ചവരുമായിട്ട്, സ്ത്രീഷു, സ്ത്രീകളിലും, സ്ത്രീ നിർജിതേഷു, സ്ത്രീകളുടെ വിഷയത്തിൽ സ്വയം നിയന്ത്രിക്കാൻ സാധിക്കാത്ത സ്ത്രീജിതന്മാരുടെ ഇടയിലും, യാവദർത്ഥം, അത്യാവശ്യത്തിന് മാത്രം, വ്യവഹരേത്, പെരുമാറിക്കൊള്ളണം. അതായത് സ്ത്രീകളോടും അത്തരത്തിലുള്ളവരോട്, അതായത് സ്ത്രീകളോട് കൂടുതൽ അടുപ്പമുള്ള അങ്ങനെയുള്ള സ്ത്രീജിതന്മാരോടുള്ള അടുപ്പം പോലും നിയന്ത്രിക്കണം. കാരണം സംസർഗമാണ് പലപ്പോഴും നമ്മെ വഴിതെറ്റിക്കുക. അപ്പോൾ ആ സംസർഗം പോലും ഉപേക്ഷിക്കണം എന്നാണ്. ഇനി ഒരു ബ്രഹ്മചാരി ഒരു പക്ഷേ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകാൻ നിശ്ചയിക്കുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും സ്ത്രീകളുമായി ഇടപെടരുത് എന്ന് പറയുകയാണ്. 7-ാമത്തെ ശ്ലോകം. വർജയേത് പ്രമദാഗാധാം അഗൃഹസ്ഥോ ബൃഹത് വ്രതഃ ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി അപി യതേഹേ മനഃ. അഗൃഹസ്ഥഃ, ഗൃഹസ്ഥാശ്രമിയാകാത്ത, ബൃഹത് വ്രതഃ, നൈഷ്ഠിക ബ്രഹ്മചര്യ നിഷ്ഠയുള്ളവൻ, പ്രമദാഗാധാം, സ്ത്രീ സല്ലാപത്തെ വർജയേത്, ഉപേക്ഷിക്കണം. പ്രമാധീനി, മനോവിക്ഷോഭകാരികളായ ഇന്ദ്രിയാണി, ഇന്ദ്രിയങ്ങൾ, യതേഹേ മനഃ അപി, ഒരു സംയമിയുടെ മനസ്സിനെ പോലും ഹരന്തി, ആകർഷിക്കുന്നു. നമ്മുടെ മനസ്സിനെ ഇളക്കുന്ന സാഹചര്യങ്ങൾ നമ്മളായിട്ട് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാലം ആ ഒരു ഒഴിവാക്കൽ ഒരു ശീലമായി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ആഗ്രഹം തന്നെ ഇല്ലാതെ ആക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഗുരുകുലത്തിൽ തന്നെ തുടർന്ന് വസിക്കുന്നവർ, അവിടെ വസിക്കുന്ന വേറെ ഏതെങ്കിലും ഇതുപോലെ ബ്രഹ്മചാരിണികൾ ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും സ്ത്രീജനങ്ങൾ, ഏത് വിധത്തിലൊക്കെയുള്ള സ്ത്രീജനങ്ങൾ, സഹായികളൊക്കെ ആയിട്ട് ഉള്ളവരുണ്ടെങ്കിൽ ഒരു തരത്തിലും അവരുടെ സഹായം തേടരുത് എന്ന് പറയുകയാണ്. 8-ാമത്തെ ശ്ലോകം. കേശപ്രസാധന ഉന്മർദ്ദ സ്നപന അഭ്യഞ്ജനാദികം ഗുരുസ്ത്രീഭിഃ യുവതിഭിഃ കാരയേത് ന ആത്മനോ യുവ. യുവബ്രഹ്മചാരികൾ, യുവതിഭിഃ, യൗവനയുക്തകളായ, ഗുരുസ്ത്രീഭിഃ, ഗുരുകുലത്തിലെ സ്ത്രീകളെ കൊണ്ട്, ആത്മനഃ, തൻ്റെ കേശപ്രസാധനം, തലമുടി കെട്ടിക്കുക, ഉന്മർദ്ദം, ദേഹം തിരുമ്മിക്കുക, സ്നപന അഭ്യഞ്ജനാദികം, കുളിപ്പിക്കുക, എണ്ണ തേപ്പിക്കുക മുതലായവയെ അവരെ കൊണ്ടുന്ന കാരയേത്, ചെയ്യിക്കരുത്. സ്ത്രീകളുമായി ഇടപെടുന്നത് അത്രയും ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ 9-ാമത്തെ ശ്ലോകം. നനു അഗ്നിഹി പ്രമദാ നാമ ഘൃതകുംഭ സമഹ പുമാൻ
സുതാമപി രഹോ ജഹ്യാത് അന്യതാ യാവതർത്ഥകൃത്. പ്രമദാനാമ സ്ത്രീ എന്നത് അഗ്നിഹി തീക്കനലും പുമാൻ പുരുഷൻ എന്നത് ഘൃതകുംഭസമഹനനോ നെയ് കുടം പോലെയുള്ളതും ആണല്ലോ. ഇനി ഇവിടെ പറയുന്നത് സുതാമപി പുത്രിയാണെങ്കിൽ പോലും പ്രായപൂർത്തിയായാൽ അവളെ രഹഹ ജഹ്യാത് ഒന്നകറ്റി നിർത്തണം എന്നാണ്. അല്ലാതെ അന്യത അല്ലാത്തപ്പോൾ യാവതർത്ഥകൃത് അവളുടെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റി കൊടുക്കുന്നവനായി തീരണം. ഇത് എല്ലാ പുരുഷന്മാർക്കും ബാധകമല്ല. എങ്കിലും നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മൾ ഞെട്ടിക്കുന്ന പല വാർത്തകളും കേട്ടവരാണ്. സ്വന്തം മക്കളിലും കാമം തീർക്കുന്ന അച്ഛന്മാരെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞതിൽ കാര്യമില്ലാതില്ല. ഈ സ്ത്രീ പുരുഷ ഭേദം എന്നത് നമുക്ക് ആ ഈശ്വര സാക്ഷാത്കാരം കിട്ടുന്നതുവരെ ഉള്ളിൽ ആ ഭേദചിന്ത ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഈ സ്ത്രീ വിഷയത്തെക്കുറിച്ച് ഇത്ര നിയന്ത്രണം, സ്ത്രീ വിഷയത്തിൽ ഇത്രയും നിയന്ത്രണം വെക്കണമെന്ന് പറയുന്നത്. ഇത് സ്ത്രീകൾക്കും ബാധകമാണ്, തിരിച്ചും ബാധകമാണ്. 10ാമത്തെ ശ്ലോകം. കൽപ്പയിത്വാ ആത്മന യാവദാഭാസം ഇദം ഈശ്വരഃ ദ്വൈതം താവത് ന വിരമേത് തതോ ഹി അസ്യ വിപര്യയഃ. യാവത് എത്രയും കാലം ജീവൻ ഇതം ആത്മന ഈ ദേഹേന്ദ്രിയാദിയെ ആത്മസാക്ഷാത്കാരം കൊണ്ട് ആഭാസം വെറും തോന്നൽ മാത്രമെന്ന് കൽപ്പയിത്വ നിർണയിച്ച് ഈശ്വരഃ ന സ്വതന്ത്രനാകുന്നില്ലയോ താവത് അത്രയും കാലം ദ്വൈതം ന വിരമേത് സ്ത്രീ പുരുഷ ഭേദം വിട്ടുപോവുകയില്ല. തതഃ ഹി അതുകൊണ്ട് തന്നെ ആ ഭേദബോധത്തിൽ നിന്ന് അസ്യ ഈ ജീവന് വിപര്യയഃ വൈപരീത്യം, അതായത് സ്ത്രീ എന്ന ആ വിചാരം അവൾ തന്നിൽ നിന്ന് ഭിന്നയാണ് എന്ന വിചാരം ഉള്ളിടത്തോളം മനസ്സ് എപ്പോൾ വേണമെങ്കിലും പിടിവിട്ടു പോയേക്കാം. അതുകൊണ്ടൊരു മുൻകരുതൽ എടുക്കണം എന്നാണ് പറഞ്ഞത്. അല്ലാതെ എല്ലാ പുരുഷന്മാരും സ്ത്രീകളെ കാണുമ്പോഴേക്കും അങ്ങനെ മനസ്സിളകുന്നവരാണ് എന്നല്ല. പക്ഷേ ഈ ഒരു മുൻകരുതൽ എടുക്കണം എന്നാണ് പറയുന്നത്. ഇതിൽ പറഞ്ഞ ഇത്രയും നേരം പറഞ്ഞ സ്വഭാവ ഗുണങ്ങളെല്ലാം ബ്രഹ്മചാരിക്കും അതുപോലെ ഗൃഹസ്ഥനും ബാധകമാണ്. എന്നാൽ ഗൃഹസ്ഥനെ സംബന്ധിച്ച് മൈഥുനം ആവശ്യമാണ് എന്നതിനാൽ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് അവൻ ബ്രഹ്മചാരിയിൽ നിന്നും സന്യാസിയിൽ നിന്നും വ്യത്യസ്തനാകുന്നത് എന്ന് പറയുന്നു. 11ാമത്തെ ശ്ലോകം. ഏതത് സർവം ഗൃഹസ്ഥസ്യ സമാംനാതം യതേഹ അപി ഗുരുവൃത്തിഃ വികൽപേത ഗൃഹസ്ഥസ്യ ഋതുഗാമിനഃ. ഏതത് സർവം ഈ പറഞ്ഞത് മുഴുവനും ഗൃഹസ്ഥസ്യ ഗൃഹസ്ഥനും യതേഹ അപി സന്യാസിക്കും കൂടെ സമാംനാദം ഉക്തമായ ശാസ്ത്രധർമ്മമാണ്. അതേസമയം ഋതുഗാമിനഃ ഋതുസ്നാനം കഴിഞ്ഞ ധർമ്മപത്നിയെ ഗമിക്കേണ്ടവനായ പ്രാപിക്കേണ്ടവനായ ഗൃഹസ്ഥസ്യ ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ഈ പറഞ്ഞ ഗുരുവൃത്തി ഗുരുവിന്റെ ഈ ഒരു രീതികളൊന്നും വികൽപേത ബാധകമല്ല. ഇനി വീണ്ടും ബ്രഹ്മചാരി നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളും കൂടെ പറയുന്നു. 12ാമത്തെ ശ്ലോകം. അഞ്ജന അഭ്യഞ്ജന ഉന്മർദ്ദ സ്ത്രീ അവലേഖ ആമിഷം മധു സ്രഗ്ഗന്ധലേപാലങ്കാരാൻ ത്യജേയുഹു യേ ധൃതവ്രതാഃ. യേ ധൃതവ്രതാഃ യാതൊരുവർ ബ്രഹ്മചാരി വ്രതം ദീക്ഷിച്ചിരിക്കുന്നുവോ അവർ അഞ്ജന അഭ്യഞ്ജനം കണ്ണെഴുതുക, തേച്ചു കുളിക്കുക, ഉന്മർദ്ദം ദേഹം തിരുമ്മി ഒഴിയുക, സ്ത്രീ അവലേഖ അതായത് സ്ത്രീകളുടെ ചിത്രം വരയ്ക്കുക, ആമിഷം മാംസം ഭക്ഷിക്കുക, മധു മദ്യം സേവിക്കുക, സ്രക്ക് പൂമാല ചൂടുക, ഗന്ധലേപ ഗന്ധലേപനങ്ങൾ ചന്ദനക്കുറിയിടുക, അലങ്കാരാൻ ഭൂഷണങ്ങൾ ധരിക്കുക ഇവയെ ത്യജേയുഹു വർജിക്കണം. അപ്പോൾ അന്നൊക്കെ പുരുഷന്മാരും കണ്ണെഴുതും എന്നാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇവിടെ അഞ്ജനം എന്ന് പറയുന്നത്.
കണ്ണെഴുതുന്ന ശീലം അന്ന് ഉണ്ടായിരുന്നു എന്ന് കരുതേണ്ടതാണ്. എന്നാൽ ബ്രഹ്മചാരി അത് ചെയ്യരുത് എന്ന് പറയുന്നു. 13-ാമത്തെ ശ്ലോകം. ഉഷിത്വാ ഏവം ഉഷിത്വൈവം ഗുരുകുലേ ദ്വിജഃ അധീത്യ അവബുദ്ധ്യ ച ത്രയീം സ അംഗ ഉപനിഷദം യാവദർത്ഥം യഥാബലം. 14-ാമത്തെ ശ്ലോകം. ദത്വാ വരം അനുജ്ഞാതഃ ഗുരോഃ കാമം യതീശ്വരഃ ഗൃഹം വനം വാ പ്രവിശേത് പ്രവ്രജേത് തത്ര വാ വസേത്. ദ്വിജഃ, ഉപനയന സംസ്കാരത്തിന് അർഹതയുള്ള ഈ ദ്വിജൻ, ഏവം ഇപ്രകാരം, ഗുരുകുലേ ഉഷിത്വ, ഈ രീതിയിലൊക്കെ ഗുരുഗൃഹത്തിൽ തന്നെ വസിച്ച്, സ അംഗ ഉപനിഷദം, വേദാംഗങ്ങളോടും ഉപനിഷത്തുക്കളോടും കൂടിയ ത്രയീം, വേദത്രയത്തെ, യാവദർത്ഥം, എത്രത്തോളം തനിക്ക് ഗ്രഹിക്കാൻ സാധിക്കുമോ, യഥാബലം, അത്രയും ശക്തിക്കനുസരിച്ച്, അധീത്യ, പഠിക്കുകയും, അവബുദ്ധ്യച്ച, അർത്ഥാവബോധം വരുത്തുകയും ചെയ്ത ശേഷം, ഈശ്വരഃ, ഇവിടെ ഈശ്വരഃ എന്നതിന് കഴിവുള്ളവൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഗുരു ആഗ്രഹിക്കുന്ന അത്രയും ദക്ഷിണ കൊടുക്കാൻ കഴിവുള്ളവൻ യതി ആണെങ്കിൽ, ഗുരോഹോ കാമം വരം ദത്വ, ആചാര്യൻ ആഗ്രഹിക്കുന്ന അത്രയും ദക്ഷിണ കൊടുത്തിട്ട്, അനുജ്ഞാതഃ, അദ്ദേഹത്താൽ അനുജ്ഞാതനായിട്ട്, ഒന്നുകിൽ തിരിച്ച് ഗൃഹത്തിലേക്ക് പോയിട്ട് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാം, അല്ലെങ്കിൽ വനം വാ, വനത്തിലേക്കോ പ്രവേശിക്കാം. കാരണം ചില ആളുകൾക്കെങ്കിലും ഇങ്ങനെയുള്ള പഠനത്തിലൂടെയും നിഷ്കർഷമായ ഈ ചര്യയിലൂടെയും ഉള്ളിൽ ഏതെങ്കിലും ജന്മത്തിലുള്ള സന്യാസത്തിനുള്ള അഭിവാഞ്ച പുറത്തേക്ക് വരികയാണെങ്കിൽ അവർക്ക് വനത്തിൽ പോയിട്ട് പ്രവ്രജേത്, സന്യസിക്കാം. അത്രയും വിരക്തനാണ് എന്ന് തോന്നിയെങ്കിൽ, ഇനി അല്ല ചില ആളുകളെങ്കിലും തത്ര വസേതുവ, അവിടെ ഗുരുകുലത്തിൽ തന്നെ നൈഷ്ഠിക ബ്രഹ്മചാരിയായി വസിക്കാറുമുണ്ട്, അങ്ങനെയും വസിക്കാം. ഇനി പറയുന്നത്, എല്ലാ പഠനത്തിൻ്റെയും ലക്ഷ്യമെന്നത് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെ അനുഭവിച്ചറിയുകയാണ്. അതാണ് 15-ാമത്തെ ശ്ലോകം. അഗ്നൗ ഗുരൗ ആത്മനിച്ച സർവഭൂതേഷു അധോക്ഷജം ഭൂതൈഃ സ്വധാമഭിഃ പശ്യേത് അപ്രവിഷ്ടം പ്രവിഷ്ടവത്. അഗ്നൗ ഗുരൗ ആത്മനിച്ച, അഗ്നിയിലും ആചാര്യനിലും തന്നിലും, സർവഭൂതേഷു, എല്ലാ ജീവജാലങ്ങളിലും, യഥാർത്ഥത്തിൽ ഇവയോടൊന്നും ഒട്ടിപ്പിടിക്കാത്ത, അതാണ് അപ്രവിഷ്ടം. യഥാർത്ഥത്തിൽ ഇവയിലൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവയിലൂടെയാണ് ഭഗവാൻ പ്രകാശിക്കുന്നതെങ്കിലും സർവത്ര ഉണ്ട് എന്നതിനാൽ ഇവയിൽ മാത്രമായി പ്രവേശിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രവേശിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള അധോക്ഷജം. ഭഗവാൻ ശ്രീഹരിയെ സ്വധാമഭിഹി, താൻ തന്നെ ആശ്രയമായുള്ള, ഭൂതൈഹി, ജീവജാലങ്ങളോടുകൂടി, പ്രവിഷ്ടവത്, എന്നാൽ ഇതിലെല്ലാം പ്രവേശിച്ചവൻ എന്നതുപോലെ, പശ്യേത്, കണ്ടുകൊള്ളണം. അന്നത്തെ കാലത്തെ വിദ്യാഭ്യാസം പ്രധാനമായും ഈശ്വരനെ അറിയുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് പറയുന്നു 16-ാമത്തെ ശ്ലോകം. ഏവം വിധോ ബ്രഹ്മചാരി വാനപ്രസ്ഥോ യതിഃ ഗൃഹി ചരൻ വിദിത വിജ്ഞാനഃ പരം ബ്രഹ്മ അധിഗച്ഛതി. ഏവം വിധഃ, ഇങ്ങനെ എങ്ങും ശ്രീഹരിയെ ദർശിക്കുന്ന ബ്രഹ്മചാരി, വാനപ്രസ്ഥഃ യതിഃ ഗൃഹി, ബ്രഹ്മചാരിയും വാനപ്രസ്ഥനും സന്യാസിയും ഗൃഹസ്ഥനും, ചരൻ, അവനവൻ്റെതായ സ്വധർമ്മം ആചരിച്ചുകൊണ്ട്, വിദിത വിജ്ഞാനഃ, അറിയേണ്ടതിനെ അറിഞ്ഞവനായിട്ട്, പരം ബ്രഹ്മ, ആ പരബ്രഹ്മഭാവത്തെ, അധിഗച്ഛതി, അധിഗമിക്കുന്നു. അങ്ങനെ അവനവന്റെ സ്വധർമ്മം വൃത്തിയായിട്ട് അനുഷ്ഠിച്ചാൽ തന്നെ അവൻ ഈശ്വരനിലേക്കെത്തും. ഇനി വാനപ്രസ്ഥ ആശ്രമത്തിലെ ഒരാളുടെ നിയമങ്ങൾ അല്ലെങ്കിൽ ആ സ്വധർമ്മത്തെ കുറിച്ച് പറയുകയാണ്. 17-ാമത്തെ ശ്ലോകം. വാനപ്രസ്ഥസ്യ വക്ഷ്യാമി നിയമാൻ മുനിസമ്മതാൻ
യാൻ ആതിഷ്ഠൻ മുനിഹി ഗച്ഛേത് ഋഷിലോകം ഇഹ അഞ്ജസ. മുനിസമ്മതാൻ, ഋഷിമാരാൽ അഭിപ്രായപ്പെട്ടവയായ വാനപ്രസ്ഥസ്യ നിയമാൻ, ഒരു വാനപ്രസ്ഥന്റെ നിയമങ്ങളെ വക്ഷ്യാമി, ഞാൻ പറയാം. ഇഹ, ഈ ലോകത്തിൽ വെച്ച്, യാൻ ആതിഷ്ഠൻ, യാതൊരു വാനപ്രസ്ഥ ആശ്രമത്തെ ആചരിച്ചു കൊണ്ടുവരുന്ന മുനിഹി, ഒരു വാനപ്രസ്ഥ മുനി, അഞ്ജസ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഋഷിലോകം, ആ മഹർ ലോകത്തെ ഗച്ഛേത്, പ്രാപിക്കും. ഇങ്ങനെ ഏതൊരു ആചരണത്തിലൂടെയാണോ വാനപ്രസ്ഥമുനി മഹർ ലോകത്തെ പ്രാപിക്കുന്നത്, ആ ഒരു ധർമ്മത്തെ ഞാൻ പറയാം എന്ന് ഈ ഒരു ശ്ലോകത്തിലൂടെ പറയുന്നു. ഒരുപാട് കാലം ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നിട്ട് വിരക്തി വന്ന ഒരാളാണ് പൊതുവെ വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പോവുക. ഇനിയല്ല, നേരത്തെ പറഞ്ഞതുപോലെ ബ്രഹ്മചര്യത്തിൽ നിന്ന് വേണമെങ്കിൽ നേരെ വാനപ്രസ്ഥത്തിലേക്ക് പോകാം. അപ്പോൾ വിരക്തി വന്നിട്ടേ പോകാവൂ എന്ന് പറയാൻ കാരണം അവിടെ അനുഷ്ഠിക്കേണ്ട ചിട്ടകളൊക്കെ കുറച്ച് കഠിനം തന്നെയാണ്. അത് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകും. 18ാമത്തെ ശ്ലോകം. ന കൃഷ്ടപച്യം അസ്നീയാത് അകൃഷ്ടം ച അപി അകാലതഃ അഗ്നിപക്വം അധ ആമം വ അർക്കപക്വം ഉത ആഹരേത്. കൃഷ്ടപച്യം, കൃഷി ചെയ്ത് വിളയിച്ചുണ്ടാക്കിയതോ ഇനി കൃഷി ചെയ്യാതെ തനിയെ ഉണ്ടായതോ അകൃഷ്ടം. അതുപോലെ അകാലതഃ ച അപി, മൂപ്പെത്താത്ത കാലത്ത് കൊയ്തെടുത്തതോ ആയ ധാന്യത്തെ ന അസ്നീയാത്ത്, ഭക്ഷിക്കരുത്. അതായത് ധാന്യങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറയുന്നു. അധ, അതിനും പുറമെ അഗ്നിപക്വം, അഗ്നിയിൽ പാകം ചെയ്തതോ, ആമംവ, പച്ചയായതോ ആയ ഫലമൂലാദികളെ ഭക്ഷിക്കരുത്. അപ്പോൾ പിന്നെ എന്ത് ഭക്ഷിക്കാം എന്നാണെങ്കിൽ, ഉത അർക്കപക്വം, സൂര്യന്റെ ഉഷ്ണത്താൽ പാകം വന്നത് മാത്രം ഭക്ഷിക്കാം. എന്ന് വെച്ചാൽ മരങ്ങളിൽ പഴുത്ത പഴങ്ങളായിട്ട് കിടക്കുന്നത് മാത്രം ഭക്ഷിക്കാവുന്നതാണ്. അതേസമയം ഈ വാനപ്രസ്ഥാശ്രമത്തിലുള്ളവരും യാഗങ്ങൾ അവരുടേതായ രീതി ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നു. 19ാമത്തെ ശ്ലോകം. വന്യൈഹി ചരു പുരോടാശാൻ നിർവപേത് കാലചോദിതാൻ ലബ്ധേ നവേ നവേ അന്നാദ്യേ പുരാണം തു പരിത്യജേത്. കാലചോദിതാൻ, നിത്യനൈമിത്തിക അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടുന്ന ചരു പുരോടാശാൻ, ഹവിസ്, പുരോടാശം എന്നീ ഹോമസാധനങ്ങളെ, അതായത് ഈ യാഗം ചെയ്യാൻ വേണ്ടി അർപ്പിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ, അത് വന്യൈഹി, കാട്ടിലുണ്ടാകുന്ന ധാന്യങ്ങളാൽ നിർവപേത്, അതിന് പാകം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ പുരോടാശം, അതായത് അഗ്നിയിൽ ഹോമിക്കാനുള്ള ഭക്ഷണം കാട്ടിലുണ്ടാകുന്ന ധാന്യങ്ങളാൽ ഈ വാനപ്രസ്ഥ ആശ്രമി സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കേണ്ടതാണ്. അതേസമയം നവേ നവേ അന്നാദ്യേ, പുതിയ പുതിയ ധാന്യ വസ്തുക്കൾ കിട്ടുകയാണെങ്കിൽ ലബ്ധേതു പുരാണം പരിത്യജേത്, ആദ്യം ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ശേഖരിച്ചു വെച്ചതിനെ ഒഴിവാക്കണം. എപ്പോഴും പുതിയ പുതിയ ധാന്യങ്ങൾ കൊണ്ടുവേണം അഗ്നിയിൽ ഈ ഭക്ഷണ സാധനങ്ങൾ ഹോമിക്കാൻ. ഇനി ഇത്തരത്തിലുള്ളവർ ഉപാസനയ്ക്കുള്ള അഗ്നിയെ കെടാതെ സൂക്ഷിക്കണം എന്ന് പറയുന്നു. അങ്ങനെ കെടാതെ സൂക്ഷിക്കാനായി മാത്രം ചില സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഗൃഹത്തിലേക്കോ മറ്റോ പോകാം. അല്ലാത്ത സമയം ഏത് തരത്തിലുള്ള പ്രകൃതിയായാലും അത് സഹിക്കണം എന്ന് പറയുന്നു. 20ാമത്തെ ശ്ലോകം. അഗ്നിയർത്ഥം ഏവ ശരണം ഉടജം വാ അദ്രികന്തരാം ശ്രയേത ഹിമ വായു അഗ്നിവർഷ അർക്ക ആതപഷാട് സ്വയം. അഗ്നിയർത്ഥം ഏവ, ഈ ഔപസനാഗ്നിയെ കെടാതെ സൂക്ഷിക്കുന്നതിനായി മാത്രം ശരണം, ഏതെങ്കിലും ഗൃഹത്തിലേക്കോ ഉടജം, കുടീരത്തിലേക്കോ, അദ്രികന്തരാം വാ, ഏതെങ്കിലും പർവ്വത ഗുഹാന്തരത്തിലേക്കോ ശ്രയേത, കടന്നു ചെല്ലാം. അല്ലാത്തപ്പോൾ ഈ അഗ്നി കെടുന്നില്ല, അതിനെന്തെങ്കിലും ഒരു പരിഹാരമുണ്ട് എങ്കിൽ
ഹിമ വായു അഗ്നി വർഷ അർക്ക ആതപാഷാട്. മഞ്ഞും കാറ്റും കാട്ടുതീയും പേമാരിയും വെയിലും സഹിച്ചുകൊണ്ട് സ്വയം വർത്തേത, തന്നെത്താൻ ഇരുന്നു കൊള്ളണം. എന്ന് വെച്ചാൽ വാനപ്രസ്ഥാശ്രമത്തിൽ വെച്ച് തന്നെ ശരീരത്തിനോടുള്ള മമത ഇല്ലാതാക്കണം. താൻ മരിച്ചു പോകുമോ, തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ചിന്ത പിന്നെ ഇല്ല. ഇനി അങ്ങോട്ട് മരിക്കാനുള്ളതാണ്, നശിക്കാനുള്ളതാണ് ഈ ശരീരം. എന്നാൽ എത്രത്തോളം നിലനിൽക്കുമോ അത് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട്. പ്രാരബ്ധം ഇല്ലാതാകുന്നതുവരെ അതുവരെ സാധന ചെയ്യുക. അങ്ങനെ ഒരു ലക്ഷ്യം മാത്രമായിരിക്കണം ആ വാനപ്രസ്ഥാശ്രമിക്ക് ഉണ്ടാവേണ്ടത്. ശരീരത്തെ സുന്ദരമാക്കി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പിന്നെ ശ്രദ്ധിക്കരുത്. അതാണ് 21-ാമത്തെ ശ്ലോകം. കേശരോമ നഖ ശ്മശ്രു മലാനി ജട്ടിലോ ദധത് കമണ്ഡലു അജിനേ ദണ്ഡവൽക്ക അഗ്നിപരീക്ഷതാൻ. കേശരോമ നഖ ശ്മശ്രു മലാനി, തലമുടി, ശരീരരോമം, നഖം, താടിമീശ, മലിനത എന്നിവയെയും കമണ്ഡലു അജിനെ, ജലപാത്രം, മാന്തോൽ എന്നിവയെയും ദണ്ഡവൽക്കല അഗ്നി പരീക്ഷതാൻ, യോഗദണ്ഡ്, മരവുരി, അഗ്നിഹോത്ര സാധനങ്ങൾ ഇവയെയും ദധത് ധരിച്ചുകൊണ്ട് ജട്ടിലഹ, ജടാധാരിയായി വർത്തിക്കണം. അതായത് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്, കേശപരിചരണം, മുഖസംരക്ഷണം, ഇതൊക്കെ ചെയ്യുന്നത് ശരീരത്തോടുള്ള മമത ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ മമത പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ഇതിലൊന്നും ശ്രദ്ധിക്കരുത്, ആകെ ശ്രദ്ധ സാധനയിൽ മാത്രമായിരിക്കണം എന്ന് പറയുന്നത്. ഇനി എത്ര വർഷത്തോളം ഈ വാനപ്രസ്ഥാശ്രമത്തിൽ ഇരിക്കണം എന്ന് പറയുകയാണ് 22-ാമത്തെ ശ്ലോകം. ചരേതു വനേ 12 അബ്ദാൻ അഷ്ടൗ വാ ചതുരോ മുനിഹി ദ്വാവേകം വാ യഥാ ബുദ്ധിഹി ന വിപദ്യേത കൃച്ഛ്രതഃ. മുനിഹി, ഇങ്ങനെ മനനശീലനായ വാനപ്രസ്ഥാശ്രമി, വനേ, തപോവനത്തിൽ, കൃച്ഛ്രതഃ, തപക്ലേശം നിമിത്തം, ബുദ്ധിഹി, ബുദ്ധിശക്തി, യഥാന വിപദ്യേത, തകർന്നു പോയില്ല എങ്കിൽ. കാരണം ഇത്തരത്തിലുള്ള ഒരു ചിട്ട തുടർന്നു പോവുക എന്നത് അത്രയും മനക്ലേശത്തെ ഉണ്ടാക്കുന്നതാണ്. ഒരുപക്ഷെ ബുദ്ധി ഭ്രമിച്ചു പോയേക്കാം. അതാണ് നേരത്തെ പറഞ്ഞത്. പിന്നെ മരണത്തിനെ ലക്ഷ്യം വെച്ച് തന്നെ ആയിരിക്കണം ഇയാൾ പോവേണ്ടത്. ചിലപ്പോൾ ലക്ഷ്യത്തിലെത്തും, അല്ലെങ്കിൽ അതിനു മുൻപേ മരിക്കും, അതല്ലെങ്കിൽ ചിത്തഭ്രമത്തിന് അടിമയാകും. എന്തും സഹിക്കാൻ തയ്യാറാകണം എന്നാണ്. അപ്പോൾ തകർന്നു പോകാത്ത ക്രമപ്രകാരം അനുസരിച്ച് ഏകം വാ, 1, ദ്വൗ, 2, ചതുരഹ, 4, അഷ്ടൗ വാ, 8, 12 അബ്ദാൻ, 12 വർഷങ്ങളോളം ഇതുപോലെ ചരേത്, നിഷ്ഠകൾ ആചരിക്കണം. അപ്പോൾ ഒട്ടും വയ്യ, ഇത്രയും ആയി കഴിഞ്ഞിട്ട് ഇനി ഒന്നും പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് വന്നാൽ എന്ത് ചെയ്യണം? 23-ാമത്തെ ശ്ലോകം. യഥാ അകൽപഃ സ്വക്രിയായാം വ്യാധിഭിഃ ജരയാ അഥവാ ആന്വീക്ഷിക്യാം വാ വിദ്യായാം കുര്യാത് അനശനാദികം. യഥാ, എപ്പോൾ, വ്യാധിഭിഃ, രോഗങ്ങളാൽ, അഥവാ അല്ലാത്ത പക്ഷം, ജരയാ, വാർദ്ധക്യത്താൽ, സ്വക്രിയായാം, സ്വധർമാചരണത്തിലോ, ആന്വീക്ഷിക്കാം, അധ്യാത്മജ്ഞാനപരമായ വിദ്യായാം വാ, അഭ്യസനത്തിലോ അകൽപഃ, അസമർത്ഥനായാൽ, പിന്നെ അനശനാദികം, നിരാഹാരവ്രതമെടുത്ത് മരിക്കാൻ തയ്യാറാവുക, കുര്യാത്ത്, അങ്ങനെ ചെയ്തു കൊള്ളുക. ഇങ്ങനെ നിരാഹാരം കിടക്കുന്നതിന് മുൻപ് തന്നെ മുഴുവനായിട്ട് ഈ പ്രപഞ്ചത്തിന് സമർപ്പിക്കണം. അതാണ് 24-ാമത്തെ ശ്ലോകം. ആത്മനി അഗ്നീൻ സമാരോപ്യ സന്യസ്യ അഹം മമ ആത്മതാം കാരണേഷു ന്യസേത് സമ്യക് സംഘാതം തു യഥാർഹതഃ. ആത്മനി, തൻ്റെ ആത്മാവിൽ, അഗ്നീൻ, ത്രേതാഗ്നികളെ, സമാരോപിക്കുകയും, അതായത് എല്ലാവരുടെയും ശരീരം പഞ്ചഭൂതാത്മകമാണ്, അതിലെ അഗ്നിയുടെ അംശം നമ്മളിലുണ്ട്, അതിനെ തിരിച്ച്
ആ ആത്മാവിൽ ലയിപ്പിക്കുക. പിന്നെ അഹം മമ ആത്മതാം, ഞാനെന്നും എന്റേതെന്നുമുള്ള സങ്കല്പത്തെ സന്യസ്യ, വിട്ടുകളയുകയും ചെയ്തിട്ട്, സംഘാതം തു, ഭൗതിക ശരീരത്തെ ആകട്ടെ, യഥാർഹതഃ, യഥായോഗ്യം, സമ്യക് കാരണേഷു, യഥാക്രമം അതാതിന്റെ ഉപാദാന കാരണങ്ങളിൽ ന്യസേത്, ലയിപ്പിക്കണം. നേരത്തെ അഗ്നി ലയിപ്പിച്ചതുപോലെ ശരീരത്തിൽ പഞ്ചഭൂതങ്ങളുടെയും അംശമുണ്ട്. അപ്പോൾ വായുവിന്റെ അംശത്തെ വായുവിലേക്ക്, ഇങ്ങനെ ഓരോന്നിനെയും ഓരോന്നിൽ ലയിപ്പിക്കുന്നതായി സങ്കല്പിക്കുക. ഇതെങ്ങനെയാണെന്ന് പറയുന്നു 25-ാമത്തെ ശ്ലോകം. ഖേ ഖാനി വായൗ നിശ്വാസാൻ തേജസി ഊഷ്മാണം ആത്മവാൻ അപ്സു അസൃക് ശ്ലേഷ്മ പൂയാനി ക്ഷിതൗ ശേഷം യഥോദ്ഭവം. ആത്മവാൻ ബുദ്ധിയുക്തനായവൻ, ഖാനി ശരീരസുഷിരങ്ങളെ, ഖേ ആകാശത്തിലും, നിശ്വാസാൻ പ്രാണാദിവായുക്കളെ, വായൗ വായുവിലും, ഊഷ്മാണം ശരീരോഷ്മാവിനെ, തേജസി അഗ്നിയിലും, അസൃക് രക്തം, ശ്ലേഷ്മം കഫം, പൂയാനി ചലം നീര് ഇവയെ, അപ്സു ശരീരത്തിലെ ജലത്തിലും, ശേഷം അവശേഷിച്ച അസ്ഥി മുതലായ കഠിനാംശങ്ങളെ, ക്ഷിതൗ പൃഥ്വിയിലും, യഥാ ഉദ്ഭവം എങ്ങനെയാണോ ഉണ്ടായിത്തീർന്നത് ആ ക്രമപ്രകാരം ന്യസേത് ലയിപ്പിക്കണം. അപ്പോൾ ഇതൊക്കെ ഒരു ഗുരുവിൽ നിന്ന് ആദ്യമേ പഠിച്ചിട്ടുണ്ടാകണം. 26-ാമത്തെ ശ്ലോകത്തിൽ കർമ്മേന്ദ്രിയങ്ങളെ എങ്ങനെ ലയിപ്പിക്കണം എന്ന് പറയുന്നു. വാചം അഗ്നൗ സ വക്തവ്യാം ഇന്ദ്രേ ശില്പം കരൗ അപി പദാനി ഗത്യാ വയസി രത്യാ ഉപസ്ഥം പ്രജാപതൗ മൃത്യൗ പായും വിസർഗം ച യഥാസ്ഥാനം വിനിർദിശേത്. സവക്തവ്യാം ഭാഷണമെന്ന കർമ്മത്തോടു കൂടിയ നമ്മുടെ വാചം വാഗിന്ദ്രിയത്തെ, അഗ്നൗ അഗ്നിയിലും, ശില്പം കരൗ അപി കൈവേലയെയും കൈകളെയും, ഇന്ദ്രേ ഇന്ദ്രനിലും, ഗത്യ നടത്തത്തോടുകൂടെ, പദാനി കാലുകളെ, വയസി ഇവിടെ വയസി എന്നതിന് വിഷ്ണു എന്നാണ് അർത്ഥം പറയുന്നത്, വിഷ്ണുവിലും, രത്യാ ഉപസ്ഥം രതിസുഖത്തോടുകൂടെ ഉപസ്ഥത്തെ ജനനേന്ദ്രിയത്തെ, പ്രജാപതൗ പ്രജാപതിയിലും, പായും ബുധത്തെയും, വിസർഗം ച വിസർജന കർമ്മത്തെയും, മൃത്യൗ മൃത്യുദേവതയിലും, യഥാസ്ഥാനം സ്ഥാനക്രമമനുസരിച്ച്, വിനിർദിശേത് ലയിപ്പിക്കണം. ഇനി ജ്ഞാനേന്ദ്രിയങ്ങളുടെ ലയപ്രക്രിയ 27-28 ശ്ലോകങ്ങൾ. ദിക്ഷു ശ്രോത്രം സനാദേന സ്പർശം അധ്യാത്മനി ത്വചം രൂപാണി ചക്ഷുഷാ രാജൻ ജ്യോതിഷു അഭിനിവേശയേത് അപ്സു പ്രചേതസാ ജിഹ്വാം ഘ്രേയൈഹി ഘ്രാണം ക്ഷിതൗ ന്യസേത്. സനാദേന ശബ്ദമെന്ന വിഷയത്തോടുകൂടിയ ശ്രോത്രം ശ്രവണേന്ദ്രിയത്തെ, ദിക്ഷു ദിഗ്ദേവതകളിലും, സ്പർശം ത്വചം സ്പർശമെന്ന വിഷയത്തെയും അതിൻ്റെ തുകിന്ദ്രിയത്തെയും, അധ്യാത്മനെ അവയുടെ അധിഷ്ഠാതൃത്വമുള്ള വായുവിലും, രൂപാണി രൂപങ്ങളെ, ചക്ഷുഷ നേത്രേന്ദ്രിയത്തോടുകൂടെ, ജ്യോതിഷു ആദിത്യനിലും, അഭിനിവേശയത് ലയിപ്പിച്ചുകൊള്ളണം. ജിഹ്വാം രസനേന്ദ്രിയത്തെ, പ്രചേതസ വരുണനോടുകൂടെ, അപ്സു ജലത്തിലും, ഘ്രാണം ഘ്രാണേന്ദ്രിയത്തെ, ഘ്രേയൈഹി ഗന്ധങ്ങളാൽ ഉപലക്ഷിതമായ ക്ഷിതൗ പൃഥ്വിയിലും, ന്യസേത് ലയിപ്പിക്കണം. ഇനി 4 അന്തഃകരണവൃത്തികളുടെ ലയക്രമം പറയുന്നു. 29-ാമത്തെ ശ്ലോകം. മനോ മനോരഥൈഹി ചന്ദ്രേ ബുദ്ധിം ബോധ്യൈഹി കവൗ പരേ കർമാണി അധ്യാത്മനാ രുദ്രേ യത് അഹം മമതാ ക്രിയ സത്വേന ചിത്തം ക്ഷേത്രജ്ഞേ ഗുണൈഹി വൈകാരികം പരേ. മനഃ മനസ്സിനെ, മനോരഥൈഹി ചന്ദ്രേ മനോരഥങ്ങളോടുകൂടി ചന്ദ്രനിലും, ബുദ്ധിം ബുദ്ധിയെ, ബോധ്യൈഹി ബോധത്തിന് വിഷയീഭവിക്കുന്ന വസ്തുക്കളോടുകൂടെ, പരേ കവൗ കവി എന്നാൽ ബ്രഹ്മാവ് ബ്രഹ്മാവിലും,
കർമാണി എല്ലാ കർമ്മങ്ങളെയും അധ്യാത്മന അഹം തത്വത്തോടുകൂടെ യത് അഹം മമതാക്രിയ അഹന്തയെയും മമതയെയും മുൻനിർത്തിയുള്ള ചേഷ്ടിതം യാതൊരുവനിൽ നിന്നാണോ ഉണ്ടാകുന്നത് ആ അഹങ്കാരത്തിന്റെ ദേവനായ രുദ്രനിലും ചിത്തം ചിത്തത്തെ സത്വേന ചേതനയോടുകൂടി ക്ഷേത്രജ്ഞേ ജീവാത്മാവിലും വൈകാരികം വികാരങ്ങളുള്ള ആ ജീവാത്മാവിനെ ഗുണൈഹി പരേ ഗുണകാര്യങ്ങളോടൊപ്പം നിർവികാരമായ പരമാത്മാവിലും ലയിപ്പിക്കണം. ഇനി സൃഷ്ടി നടന്ന പ്രകാരത്തിന്റെ പ്രതിക്രമമായിട്ട് ഇതിനെയെല്ലാം തിരിച്ച് ലയിപ്പിക്കുകയാണ്. അങ്ങനെ ലയിപ്പിക്കണം എന്ന് പറയുന്നു. 30-ാമത്തെ ശ്ലോകം. അപ്സു ക്ഷിതിം അപോ ജ്യോതിഷു അധോ വായൗ നഭസി അമും കൂടസ്ഥേ തത് ച മഹതി തത് അവ്യക്തേ അക്ഷരേ ച തത്. ക്ഷിതിം അപ്സു ഭൂമിയെ ജലത്തിലും, അപഹ ജ്യോതിഷി ജലത്തെ അഗ്നിയിലും, അധഹ വായൗ അതിനെ വായുവിലും, അമും ആയതിനെ നഭസി ആകാശത്തിലും, തത് കൂടസ്ഥേ അതിനെ അഹങ്കാര തത്വത്തിലും, തത് മഹതിച്ച അതിനെ മഹത്തത്വത്തിലും, തത് അവ്യക്തേ പിന്നെ മൂലപ്രകൃതിയിലും, പിന്നെ അക്ഷരേച്ച പരമാത്മാവിങ്കലും അതിനെ ന്യസിക്കണം. ഇങ്ങനെ അവസാനം തൻ്റെ ശരീരത്തെ പൂർണ്ണമായി ഭഗവാനിൽ ലയിപ്പിക്കുക എന്ന ക്രിയയോടുകൂടി വിരമിക്കണം. 31-ാമത്തെ ശ്ലോകം. ഇതി അക്ഷരതയാ ആത്മാനം ചിന്മാത്രം അവശേഷിതം ജ്ഞാത്വാ അദ്വയഃ അധ വിരമേത് ദഗ്ധയോനിഹി ഇവ അനലഃ. ഇതി ഇപ്രകാരം അവശേഷിതം സർവ ഉപാധി വിലയത്താൽ അവശേഷിച്ചതും ചിന്മാത്രം ചിതാകാരമായി സ്ഥിതി ചെയ്യുന്നതുമായ ആത്മാനം ആത്മാവിനെ ആ ക്ഷേത്രജ്ഞനെ അക്ഷരതയാ അക്ഷരബ്രഹ്മമായ പരമാത്മാവെന്ന നിലയ്ക്ക് ജ്ഞാത്വ ഭാവന ചെയ്ത് അദ്വയഃ അതിൽ നിന്ന് വ്യത്യസ്തനല്ല എന്ന് സ്വയം ഭാവിച്ച് തത്വമസി എന്ന ആ ഭാവത്തിലേക്ക് പോയിട്ട് ദഗ്ധയോനിഹി അനലഹ ഇവ ഇന്ധനം ദഹിച്ചു കഴിഞ്ഞ അഗ്നി ഏതുപോലെയാണോ ശാന്തനാകുന്നത്. ഒരു വിറകിന് തീപിടിച്ചാൽ ആ സമയത്ത് കത്തുമ്പോൾ ആകെ ഒരു ഒച്ചപ്പാടും ബഹളവും ഉണ്ടാകും. എന്നാൽ ആ വിറക് കത്തിയെരിഞ്ഞാൽ അഗ്നിയും ശാന്തമാകും എന്നതുപോലെ അധ വിരമേ ഒടുവിൽ ശാന്തനായിട്ട് തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കണം. इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां 7मस्कन्धे युधिष्ठिरसंवादे सदाचारनिर्णयो नाम 12अध्यायः. सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द. हरे राम हरे राम राम हरे कृष्ण 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 हरे राम राम हरे कृष्ण 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 हरे राम हरे कृष्ण कृष्ण हरे राम हरे कृष्ण कृष्ण